Hello, my dear 6th class students. In the first chapter, മാതൃഭൂമിയിലെ ബാക്ക് ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ലാസ്റ്റിൽ. എല്ലാ ആൻസേഴ്സും നമ്മളിപ്പോൾ ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് വർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്സിൽ നോട്ട് ചെയ്ത് വെക്കാം. മാത്രമല്ല ഇത് കൂടാതെ എൻ്റെ ഈ ചാനലിൽ ഞാൻ കുറേ കോമൺ ആയിട്ടുള്ള ഗ്രാമർ, പിക്ചർ റീഡിങ്, അതർ ഗ്രാമർ ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. सो लेट्स स्टार्ट. मेरी समझ से नीचे दिए गए प्रश्नों का सटीक उत्तर कौन सा है? उसके सामने तारा लगा बनाइए. तारा मीन्स स्टार इड. राइट आंसर फ्रंटिल स्टार इडണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദ് മഹാസാഗർ के लिए कविता में कौन सा शब्द आया है? ഞാൻ പോയം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഹിന്ദ് മഹാസാഗറിന് സിന്ധു ആണ്. സിന്ധുവിൻ്റെ അവിടെ സ്റ്റാർ ഇടണം. मातृभूमि कविता में मुख्य रूप से फर्स्ट ऑप्शन भारत की प्रशंसा की गई है, भारत के महापुरुषों की जय की गई है, भारत की प्राकृतिक सुंदरता की सराहना की गई है, भारतवासियों की वीरता का बखान किया गया है. ഇതിലെല്ലാ ആൻസേഴ്സും കറക്റ്റാണ്. എന്താ വെച്ചാൽ ഭാരതയ്ക്ക് പ്രശംസ ചെയ്തിട്ടുണ്ട്, മഹാപുരുഷ് ഗൗതം, പിന്നെ ഗൗതം ബുദ്ധ്, ശ്രീകൃഷ്ണ, അങ്ങനെ പലരുടെയും മഹാപുരുഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രാകൃതിക് സുന്ദരത എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾ ആൻസേഴ്സ് ആർ കറക്റ്റ്. अब अपने मित्रों के साथ चर्चा कीजिए कि और कारण बताइए कि आपने ये उत्तर ही क्यों चुने. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാരണം ചൂസ് ചെയ്തിരിക്കണേന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്മേറ്റ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആൻസേഴ്സ് പോയം വായിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഓൾ ആൻസേഴ്സ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. मिलकर करें मिलान. नेक्स्ट क्वेश्चन है, पाठ में से चुनकर कुछ शब्द नीचे दिए गए हैं. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ശബ്ദ തന്നിട്ടുണ്ട്, അത് മാച്ച് ചെയ്യണം അക്കോർഡിംഗ് ടു ദ പോയം. ഫസ്റ്റ് വൺ ഹിമാലയ. सो करेक्ट आंसर इज 10th वन, भारत की उत्तरी सीमा पर फैली पर्वतमाല. നോർത്തേൺ സൈഡിൽ സ്പ്രെഡ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസിനെയാണ് ഹിമാലയ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് त्रिवेणी, 3 नदियों की मिली हुई धारा संगम. सो दैट इज 4th वन. सेकेंड वन मैचिंग वन, 4th वन ആണ് मलय पवन. दक्षिण भारत के मलय पर्वत से चलने वाली सुगंधित वायु. കറക്റ്റ് ആൻസർ ഈസ് 6th വൺ. അതായത് സദൺ ഇന്ത്യയുടെ മലയ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഹവ, വിൻഡ്, സുഗന്ധിത് വിൻഡ്. 4th वन इज सिंधु and its answer is 8th one, समुद्र एक नदी का नाम. ഒരു നദിയുടെ പേരാണത്. നെക്സ്റ്റ് വൺ ഗംഗ യമുന. ഭാരത് की പ്രസിദ്ധ നദിയാ. 3rd വൺ. ഈ രണ്ടും പ്രസിദ്ധമായിട്ടുള്ള നദികളാണ്. നെക്സ്റ്റ് 6th വൺ രഘുപതി. ശ്രീരാമനെ പറയുന്നതാണ്. ആൻസർ ഇസ് 5th വൺ, ശ്രീരാം ചന്ദ്ര का एक नाम ദശരഥ് के പുത്ര. ദശരഥിൻ്റെ മോനാണ് ശ്രീരാം. നെക്സ്റ്റ് വൺ ശ്രീകൃഷ്ണ. करेक्ट आंसर इज 2nd वन, वसुदेव के पुत्र वासुदेव. नेक्स्ट 8th वन सीता. 9th वन ആണ് എൻ്റെ ആൻസർ. जनक की पुत्री जानकी. जानकी എന്ന് പറഞ്ഞാൽ സീതയാണ്. 9th वन गीता. राइट आंसर इज 7th वन, एक प्रसिद्ध और प्राचीन ग्रंथ श्रीमद् भगवद गीता. इसमें वे प्रश्न उत्तर और संवाद है जो महाभारत में श्री कृष्ण और अर्जुन के बीच हुए थे. നമ്മൾ ഗീതോപദേശം പറയില്ലേ, ശ്രീകൃഷ്ണനും അർജുൻ്റെ ഇടയിലുള്ള കോൺവെർസേഷനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഗൗതം ബുദ്ധ്. അതിൻ്റെ റൈറ്റ് ആൻസർ ഫസ്റ്റ് വൺ ആണ്. ഏക് പ്രസിദ്ധ മഹാപുരുഷ് ബൗദ്ധ ധർമ്മ കെ പ്രവർത്തക്. ഒരു പ്രസിദ്ധമായിട്ടുള്ള മഹാപുരുഷാണ് ബൗദ്ധധർമ്മൻ്റെ പ്രവർത്തനം ചെയ്തിരുന്ന ബുദ്ധ. नेक्स्ट पंक्तियों पर चर्चा. कविता में से चुनकर कुछ पंक्तियाँ नीचे दी गई हैं, इन्हें ध्यान से पढ़िए और इन पर विचार कीजिए. आपको इसका क्या अर्थ समझ में आया? अपने विचार कक्षा में अपने समूह में साझा कीजिए और अपने लेखन पुस्तिका में लिखिए. ഇതിൽ എന്ത് മീനിങ് ആണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ലൈൻസ് ആർ युद्ध भूमि मेरी, यह बुद्ध भूमि मेरी, यह मातृभूमि मेरी, वह ജന്മഭൂമി മേരി. യുദ്ധഭൂമി മേരി മീൻസ് ഇവിടെ നമ്മുടെ ഒരുപാട് യുദ്ധങ്ങൾ രാമായണം മഹാഭാരതത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ഭൂമിയാണ്. അത് എൻ്റെ ഭൂമിയാണ്.
യഹ ബുദ്ധഭൂമി മേരി, ഈ ഭൂമി, ഇതിൽ ജ്ഞാൻ ബുദ്ധി ഒക്കെ ഉണ്ടായിട്ടുള്ള ഭൂമി, അതും എൻ്റെ ഭൂമിയാണ്. എൻ്റെ മാതൃഭൂമിയാണ്, ഞാൻ ജനിച്ച ഭൂമിയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. नेक्स्ट वन, कविता को एक बार फिर से पढ़िए और निम्नलिखित के बारे में पता लगाकर अपनी लेखक पुस्तिका में लिखिए. ഒന്നുകൂടി പോയം വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, കോയൽ കഹാ രഹത്തി ഹേ. ഈ കുയിൽ എവിടെയാണ് താമസിച്ചിരുന്നത്? അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അത് ആം കെ പേടോമേ, അതായത് മാംഗോ ട്രീസിൻ്റെ ഇടയിലാണ്. സോ ദ ആൻസർ ഈസ് ഘനി അമരായിയോ മേ, തിക് മാംഗോ ഫീൽഡ്. തൻ മൻ കോൺ സവാർത്തി ഹേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ആരാണോ ഉണർവ് തന്നിരുന്നത്? സോ ദ ആൻസർ ഈസ് ബെഹത്തി മലൈ പവന്നെ, ഈ മലകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കാറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ഝർനെ കഹാ സെ ഝർത്തെ ഹേ. വാട്ടർഫാൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സോ ദ ആൻസർ ഈസ് ഝർനെ പഹാഡിയോ സെ ഝർത്തെ ഹേ. ശ്രീകൃഷ്ണനെ ക്യാ സുനായാ ഥാ. ശ്രീകൃഷ്ണൻ എന്താണ് കേൾപ്പിച്ചത്? ആൻസർ ഈസ് വൻഷി പുനീത് ഗീത്. ഓടക്കുഴൽ വായിച്ചിരുന്നില്ലേ, അതാണ് അതിൻ്റെ ആൻസർ. ഗൗതംനെ കിസ്കാ യശ് ബഡായ. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ആൻസർ ഈസ് ഗൗതംനെ മാതൃഭൂമി കാ യശ് ബഡായ. ഇവിടെ ജനിച്ചുകൊണ്ട് ഇവിടുത്തെ ഭൂമിയുടെ യശസ് കൂടി. നദിയാ ലഹർ रही है, पग पग चहर रही है. लहर का अर्थ होता है पानी का हिलोरा, मौज, ഉമംഗ്, വേഗ്, ജോഷ്. ലഹർ മീൻസ് ആ ഒഴുക്കിനെയാണ് പറയുന്നത്, വെള്ളത്തിൻ്റെ ആ ഒഴുക്ക്, സന്തോഷത്തോടു കൂടി ആ സ്പീഡ്, അതിനെയാണ് ലഹർ എന്ന് പറയുന്നത്. ചെഹർ കാ അർത്ഥ ഹോത്താ ഹേ ബിഖർന, ചിത്രാന, ചിട്ടക്കന, ഫैलന, मीन्स स्प्रेड ചെയ്യുക. कविता पढ़कर पता लगाइए और लिखिए कहाँ कहाँ छटा छहर रही है. എവിടേക്കാണ് ഈ ഗ്ലെയർ, വെള്ളത്തിൻ്റെ ആ ഷൈനിങ് എവിടേക്കാണ് സ്പ്രെഡ് ആവുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ പഗ് പഗ് ചെഹർ റഹി ഹേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്പ്രെഡ് ആവുമായിരുന്നു. കിസ്കാ പാനി ലഹർ റഹാ ഹേ. അതിൻ്റെ ആൻസർ ഗംഗ, യമുന, ത്രിവേണി നദിയാ ലഹർ റഹി ഹേ. 3 നദികളാണല്ലോ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അതിൽ കവി യമുന നദീനെ യമുൻ എന്ന് എഴുതിയിട്ടുള്ളൂ. അങ്ങനെ വേറെ വേർഡ്സ് ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. വഹ ജന്മഭൂമി മേരി വഹ മാതൃഭൂമി മേരി, ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത്. സെക്കൻഡ് വൺ, मैंने उस ഭൂമി पर जन्म लिया है, वह ഭൂമി മേരി മാ സമാൻ ഹെ. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു, ആ ഭൂമി എൻ്റെ അമ്മയെ പോലെയാണ്. ചിടിയ ചെഹക് റഹി ഹെ ഹോ മസ്ത് ഝാഡിയോ മേ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇസ് തേർഡ് വൺ, वहाँ की जलवायु इतनी सुखदाई है कि पक्षी पेड़ पौधों के बीच प्रसन्नता से गीत गा रहे हैं. नेक्स्ट थर्ड वन, अमराइयाँ घनी है, कोयल पुकारती है. एंड आंसर इज फर्स्ट वन, यहाँ आम के घने उद्यान हैं जिनमें कोयल आदि पक्षी चहचहा रहे हैं. दैट इज़ फर्स्ट वन. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഗെസ് ചെയ്യാനാണ് പറയുന്നത്. अपने समूह में मिलकर चर्चा कीजिए. നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അമരായ ഘനി ഹെ, കോയൽ പുകാർത്തി ഹെ. കോയൽ ക്യൂ പുകാർ റഹി ഹോഗി, എന്തുകൊണ്ടാണ് ഈ കുയിൽ ഇങ്ങനെ വിളിക്കുന്നത്? കിസെ പുകാർ റഹി ഹോഗി, കാസെ പുകാർ റഹി ഹോഗി. അപ്പോൾ കുയിൽ എന്തിനെ വിളിക്കുന്നത്? മേ ബി അതർ ബേർഡ്സിനെ ആയിരിക്കും വിളിക്കുന്നുണ്ട്, ഹാപ്പിനെസ് കാരണമായിരിക്കും. कोयल प्रसन्न होकर और किसे पुकार रही है? दूसरे कोयलों को पुकार रही है. कैसे पुकार रही होगी? संतोष से पुकार रही होगी. इन्हीं नेक्स्ट पार्ट, ബെഹത്തി മലൈ പവൻ ഹെ തൻ മൻ സവാരത്തി ഹെ. മലകളിൽ നിന്ന് വരുന്ന ആ കാറ്റ് നമുക്ക് ഉണർവ് തരുന്നു, എല്ലാ ജീവികൾക്കും ഒരു എനർജി തരുന്നു. पवन किसका तन मन संवारती है? पवन सभी जीवियों का तन मन संवारती है. वह यह कैसे करती है? वह यह खुशी से करती है, സന്തോഷത്തോടുകൂടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വീണ്ടും ഒരു സ്റ്റാൻസ തന്നിട്ടുണ്ട്. അതിൽ इन पंक्तियों में पग शब्द 2 बार आया है और इसका अर्थ है हर कदम पर. ഈ പഗ് ശബ്ദം 2 ടൈം വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എവറി സ്റ്റെപ്പ് എന്നാണ്.
അതുപോലെ വേറെയും കുറേ എക്സാമ്പിൾസ് തന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതാനാണ് പറയുന്നത്. ഘർ ഘർ മീൻസ് ഓരോ വീടും തോറും, ഹർ ഘർ. ബാൽ ബാൽ അതായത് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ, അതുപോലെ. മീൻസ് ജാൻ ബച്ച് ഗയി. നെക്സ്റ്റ് സാസ് സാസ് मीन्स सांस लेते रहना. देश देश, हर देश. पर्वत पर्वत, हर पर्वत, सारी जगह पर्वत. कविता में भूमि शब्द में अलग अलग शब्द जोड़कर नए नए शब्द बनाए गए हैं. आप भी कुछ नए शब्द बनाएं और उनके अर्थ पता कीजिए. संकेत, तप, देव, भारत. ഇതിൽ ഭൂമി വെച്ചിട്ട് നമുക്ക് വേറെ വേറെ പേരുണ്ടാക്കണം. ലൈക്ക് മരുഭൂമി, ദേവഭൂമി, ഭാരത് ഭൂമി, ജന്മഭൂമി, കർമ്മഭൂമി. അതേത് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഈ ഫിഗറിൽ. थोड़ा भिन्न थोड़ा समान. नीचे दिए गए पंक्तियों को पढ़िए. जग को दया सिखाई, जग को दिया दिखाया. दया और दिया में केवल एक मात्रा का अंतर है, लेकिन इस एक मात्रा के कारण शब्द का अर्थ पूरी तरह बदल गया है. आप भी अपने समूह में मिलकर ऐसे शब्द की सूची बनाइए जिसमें केवल एक मात्रा का अंतर हो, और जैसे घड़ा और घड़ी. ഇങ്ങനെ വേറെ വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഒരു മാത്രം മാറുമ്പോൾ അതിൻ്റെ മീനിങ് മാറും. അങ്ങനെ വേറെയും കുറേ വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. എക്സാമ്പിൾ തന്നിട്ട് ഘട, ഘടി. വേറെ ഒരെണ്ണം പറയാം, ലൈക്ക് കാല, കല. രണ്ടും വേറെ. കാല കളറാണ്, ബ്ലാക്ക് കളർ. കല എന്ന് പറഞ്ഞാൽ ആർട്ടാണ്. നെക്സ്റ്റ് आपकी बात. इस कविता में भारत का सुंदर वर्णन किया गया है. आप भारत के किस स्थान पर रहते हैं? वह स्थान आपको कैसे लगता है? उस स्थान की विशेषताएं बताइए. സംഗീത്, പ്രകൃതി, ഖാൻപാൻ, ജൽവായു, പ്രസിദ്ധ സ്ഥാനം ആദി. അതായത് നമ്മൾ ഇരിക്കുന്ന ക്ലൈമറ്റ്, ഖാൻപാൻ, ഭക്ഷണ രീതി, അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ, मैं केरल में रहती हूँ, मैं त्रिशूर में रहती हूँ, यहाँ बहुत सारे मंदिर हैं, ज़्यादातर बारिश होती है, മഴ പെയ്യും. പിന്നെ और खान पान के बारे में, यहाँ ज़्यादातर नारियल के सब्जियाँ बनती हैं. फेस्टिवल के बारे में बोला जाए तो त्रिशूर पूरम यहाँ का फेमस फेस्टिवल है. नेक्स्ट, आपके परिवार के किसी सदस्य या मित्र के बारे में लिखिए. उसकी कौन कौन सी बातें आपको अच्छी लगती हैं. ഇനി ഇതിൽ വേറെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും മിത്ര, ഫ്രണ്ടിനെ കുറിച്ച് പറയുക. അവരുടെ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം, ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും, അതിനെക്കുറിച്ച് പറയാം. सो आंसर कुड बी लाइक दिस. मेरी एक सहेली है, गर्ल आनी है, सहेली है, जिसका नाम मीरा है और वह बहुत तेज है, पढ़ने में भी तेज है और बहुत दयालु है. അങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലൊരു പസിൽ പോലെയാണ്. മാത്രമല്ല അതിൽ ഒരു വൻഷി എന്ന് പറയുന്നതൊരു ബാസുരിയാണ്, ഫ്ലൂട്ടാണ്. അപ്പോൾ വേറെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് കണ്ടുപിടിച്ച് എഴുതണം. ഫിഗർ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. ഫസ്റ്റ് ഫിഗറിൻ്റെ ആൻസർ നമുക്ക് ആ പസിലിൽ കൊടുത്തിട്ടുണ്ടോ അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ആദ്യം അതിൻ്റെ പേരെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അൽഗോജ. അതിൻ്റെ ആൻസർ പസിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ബീൻ. തേർഡ് വൺ ഈസ് ബാസുരി. ഫോർത്ത് വൺ ഈസ് സിംഗി. ഫിഫ്ത്ത് വൺ ഈസ് ഷെഹനായി. സിക്സ്ത് വൺ ഈസ് നാദസ്വരം. സെവൻത് വൺ ഈസ് ഭോങ്കൽ. ആൻഡ് ലാസ്റ്റ് എയ്ത്ത് വൺ ശംഖ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആജ് കി പഹേലി. അതും ഒരു പസിലാണ്. നമ്മൾ കടുങ്കഥ എന്നൊക്കെ പറയില്ല, അതുപോലെ. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ജംബിൾഡ് വേർഡ്സ് ആയിട്ടാണ്. നമുക്കത് കറക്റ്റ് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ഓൾറെഡി ഗിവൻ, ഇറ്റ്സ് മഹാസാഗർ. നെക്സ്റ്റ് വൺ ഈസ് ഗഗ്. ഗഗ് മീൻസ് ഗഗൻ. നെക്സ്റ്റ് വൺ ഈസ് ബർ. ഇറ്റ് ഈസ് ഭാരത്തിൻ്റെ ആണ്, ഭാരത്. നെക്സ്റ്റ് യ ആൻഡ് ദാറ്റ് ഈസ് കലം. ആൻഡ് ദാറ്റ് ഈസ് കലം means pen. Now next one varna pa, and that is pavan, pavan, hava. Next jharoke se match the following on again. വന്ദേ മാതരം ഭാവാർത്ഥ്. വന്ദേ മാതരം സോങ്ങിൻ്റെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ് കൊടുത്തിട്ട് അത് മാച്ച് ചെയ്യണം. ഇത് ഈ പോയത്തിന് റിലേറ്റഡ് അല്ല, അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. ഇനിയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഇതിലും റിലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പഠിക്കാം, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. സോ ഹിയർ വി ഫിനിഷ് അവർ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എക്സസൈസ് ഓൾസോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.
ഈ ചാപ്റ്ററിന് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.